ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് കണ്ടാലോ? അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് കഴുകി ഉണക്കി അക്രിലിക് പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബുക്കിൻ്റെ ബൈൻഡ് എടുക്കുക, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഡേറ്റ്സിൻ്റെ സീഡ്സ് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലെ തേയില ഉപയോഗിച്ച തേയിലയുടെ ഉണക്കിയെടുത്ത തേയിലയാട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഡേറ്റ്സിൻ്റെ സീഡ്സ് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ മിഡിൽ പോർഷനിൽ ഞാൻ ജസ്റ്റ് യെല്ലോ കളർ ഡാബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ബോട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതേപോലെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റെമ്പായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ടിഷ്യൂ പേപ്പർ കേട്ടോ. അതുപോലെ നമ്മൾ ലീവ്സായിട്ട് എടുത്തേക്കുന്നത് വാട്ടർമെലൻ്റെ സീഡ്സ് ആണ്. ഇനി നമുക്ക് ഈ ഒരു തണ്ടിൽ നന്നായിട്ടൊന്ന് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ലീവ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് ഞാനൊരു ലേസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലും ഞാൻ ഇതേപോലെ ആ ലേസിൻ്റെ ബാക്കി വന്ന ഭാഗം ഞാൻ അപ്ലൈ ചെയ്തെടുക്കുന്നു. പിന്നെ 2 ബട്ടർഫ്ലൈയും സ്റ്റിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്.